ഈ പ്രത്യേക കാലാവസ്ഥയിൽ ചൊരിയുന്ന മഴയിൽ കടന്നു വന്നവർ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം കൂടുതലായിട്ട് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കൃത്യമാസം ഞാൻ ഓർക്കുന്നില്ല. കഴിഞ്ഞ വർഷം ഇതുപോലൊരു ക്ലാസ് ഇവിടെ എടുത്തത് ഞാൻ ഓർക്കുന്നു. ഇന്നും ഇവിടെയുള്ള വിജുസോറിനോടും കുടുംബത്തോടും നിങ്ങളോട് ഓരോരുത്തരോടൊപ്പം ഇങ്ങനെ ആയിരിക്കാൻ ദൈവം ഇടയാക്കി. ദൈവദാസൻ ഈ പ്രദേശത്ത് വളരെ അധ്വാനിക്കുന്നു. ഇവിടെയുള്ള ചെറിയ സഭയെ ദൈവം കൂടുതലായിട്ട് വളർത്തട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഫിലിപ്പിയ ലേഖനം എടുക്കാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്ന് പ്രധാനമായും ചില ആലോചനകൾ പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നമുക്ക് വളരെ പരിചിതമാണ്. എന്താണ് ആ വാക്യം? തുടങ്ങുന്ന വാചകം എങ്ങനെയാണ്? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഇത് വളരെ പ്രയാസകരമായൊരു കാര്യമാണ്. സത്യത്തിൽ നമ്മൾ തന്നെ എന്തുമാത്രം വിചാരങ്ങളും ചിന്തകളും ഒക്കെയായി നടക്കുന്ന ആളുകളാണ്. എന്നാൽ ദൈവവചനം പറയുന്നത് നിങ്ങൾ വിചാരപ്പെടേണ്ട, സമാധാനത്തിലേ ജീവിക്കൂ. അങ്ങനെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഇവിടെ പറയുന്ന ഒന്നും? ഇതേ പുസ്തകം തന്നെ 3-ാം അധ്യായം 14-ാം വാക്യത്തിലും ഒന്ന് എന്ന് പറയുന്നുണ്ട്. അതൊന്ന് നമുക്ക് എടുക്കാം. 3:14 നോക്കൂ. ഒന്ന് ഞാൻ ചെയ്യുന്നു, മുമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ടും ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിരുടെ ബിരുദനായ ലാഭിലേക്ക് ഓടുന്നു. അപ്പോൾ ഇവിടെ 4-ാം അധ്യായത്തിൽ പറയുന്നു ഒന്നിനെ കുറിച്ചും എന്ത് ചെയ്യണ്ട, വിചാരപ്പെടണ്ട. പക്ഷെ അതിനു മുമ്പ് പൗലോസ് ഒരു കാര്യം പറഞ്ഞു. അങ്ങനെ ജീവിക്കണമെങ്കിൽ ഒന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒന്ന് ചെയ്തതാണ്, ആ ഒന്നിൽ ലക്ഷ്യം വെക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാൻ ഇടയാകാതെ ജീവിക്കാൻ സാധിക്കുന്നത്. മറിയയോടും മാർത്തയോടുമുള്ള സംഭാഷണത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, മാർത്തയെ അല്പം വേണ്ട, അല്ല ഒന്നു മതി. ഈ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടിരിക്കുന്നു. ആ മാർത്തയോട് പറഞ്ഞ ഒന്നുണ്ടല്ലോ, അത് ഏതാണ് ആ ഒന്ന്? ഇവിടെ പൗലോസ് പറയുന്നു, ഞാൻ ചെയ്യുന്നു. അപ്പോൾ കൃത്യമായൊരു ലക്ഷ്യബോധത്തിലേക്ക്, ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്നൊരു ഉറപ്പിലേക്ക് എത്തിയ മനുഷ്യന്, ജീവിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞൊരു മനുഷ്യന്, അവന് വിചാരപ്പെടല് കുറവായി. ഇപ്പൊ നമ്മുടെ അഹമ്മദാബാദിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത വിമാനത്തിലെ യാത്രക്കാർക്ക് സംഭവിച്ചതൊക്കെ നമുക്ക് പൊള്ളിയിട്ടില്ല, നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അതൊക്കെ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. അതൊക്കെ ഒന്ന് ധ്യാനിച്ചാൽ
ഒന്ന് മനനം ചെയ്താൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ ജീവിതം എന്താണ്, ജീവിതം എന്താണ്. പൗലോസ് അത് തിരിച്ചറിഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ അഭിമാനിക്കാനുള്ള വകകളായിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നല്ലോ പൗലോസ്. ഈ 3-ാം അധ്യായത്തിന്റെ അതിൻ്റെ 5-6 വാക്യങ്ങളൊന്ന് വായിക്കുന്നവരൊന്ന് ഉറക്കെ വായിച്ചോ. 5-6. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. ഒരു 7-8 കൂട്ടം കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇത് ലാഭമായിരുന്ന കാര്യങ്ങളാണ്. അതിന് തൊട്ട് താഴെ പറയേണ്ടത് എന്താണ്? ലാഭമായിരുന്നതൊക്കെ. ഇതൊക്കെ മൈനസ് ചെയ്ത് കളയുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് 1. വെറുതെ കിട്ടിയതല്ല, അബദ്ധം പറ്റിയതല്ല. വേണ്ടാത്തതൊക്കെ മൈനസ് ചെയ്ത് കളയുമ്പോൾ, ആവശ്യമില്ലാത്തതിൽ നിന്നൊക്കെ പിൻവാങ്ങുമ്പോൾ, നാം എന്താണ്, നമുക്കെന്താണ് വേണ്ടത് എന്ന് കൃത്യം തിരിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന സംഖ്യയാണ് 1. ഈ 1 ചെറിയ സംഖ്യയല്ല. ഇത് മനസ്സിലാക്കിയാൽ അവൻ്റെ ജീവിതം വലിയ മാറ്റമാണ് അവൻ്റെ ജീവിതത്തിൽ. അവിടെ അപ്പോസ്തലനായ പൗലോസ് ബെന്യാമീൻ ഗോത്രക്കാരനാണ്. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ ഏറ്റവും മുന്തിയ ഗോത്രം. യഹൂദ ഗോത്രമുണ്ട്. പിന്നെ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യനാണ്. ആരും അദ്ദേഹത്തെ കുറ്റം വിധിക്കില്ല. അത്രമാത്രം തീക്ഷ്ണമായി യഹൂദന്റെ ന്യായപ്രമാണാദികൾ പാലിച്ചു വരുന്ന വ്യക്തിയാണ്. ഞാൻ അതിലെ അധിക സമയം നിൽക്കുന്നില്ല. ഒറ്റ കാര്യം ഞാൻ മാത്രം പറയാം. ഒരുപാട് ജഡത്തിൻ്റെ പുകഴ്ചകളെ മൈനസ് ചെയ്ത് കളഞ്ഞിട്ട് വേണ്ടെന്ന് വെച്ചിട്ട് പൗലോസ് ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ കണ്ണിൻ്റെ മുമ്പിൽ തെളിഞ്ഞ സംഖ്യയാണ് ഏത്? എൻ്റെ ജീവിതത്തിലും ഞാൻ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, ഒരു നല്ല ജോലി ഒക്കെ, ഒന്നല്ല പല ജോലി സാധ്യതകളുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ, എൻ്റെ പുകഴ്ചയല്ല, ഈ 1 തിരഞ്ഞെടുക്കാൻ എനിക്ക് സാധിച്ചു. എനിക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർക്കും നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തീയ ജീവിതം, പ്രിയ മാതാവ് സ്നാനമേറ്റു എന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ 1 ചെറിയ ഒന്നല്ല. ഈ തീരുമാനം ചെറിയ കാര്യമല്ല. നമുക്കറിയാം, ലേവ്യ പുസ്തകം 2-ാം അധ്യായം 17-ാം പുസ്തകം 2-ാം അധ്യായം 17-ാം സോറി 3-16 മേധസ്സൊക്കെയും എവിടെ വരണം? മേധസ് എവിടെ അർപ്പിക്കണം? കൊഴുപ്പ്. ആ പുകഴുവാനുള്ളത് എന്തോ, അതിൻ്റെ പുഷ്ടി, ശക്തി, അത് യാഗപീഠത്തിൽ വെക്കുമ്പോഴാണ് യാഗം എന്താവുള്ളൂ. ഒരു യാഗമൃഗത്തിൻ്റെ മേധസ് യാഗപീഠത്തിൽ വെച്ച് യാഗമായി തീരുമ്പോഴാണ് ആ യാഗം സമ്പൂർണ്ണമാകുകയുള്ളൂ. പൗലോസ് തൻ്റെ മേധസ്സുകളൊക്കെ, ജഡത്തിൻ്റെ പുകഴ്ചകളൊക്കെ, പാരമ്പര്യങ്ങളൊക്കെ, അഭിമാന സ്തംഭങ്ങളൊക്കെ
സ്ഥാനമാനങ്ങളെല്ലാം എല്ലാം യാഗപീഠത്തിൽ വെച്ചു. അത് ക്രിസ്തു ഒരു യാഗമായി സ്വീകരിച്ചു. അവസാനം ഒന്നും മാത്രം ലഭിച്ചു. അത് നമുക്ക് ഇത് അബദ്ധം പറ്റിയതല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന് തെളിവായിട്ട് ഒരു വാക്ക് കൂടെ നമുക്ക് വായിക്കാം. ഫിലിപ്പി ലേഖനം 8-ാം വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ ഇപ്പോഴും എല്ലാം ചേർന്നെന്ന്. ഇതപ്പോ എങ്ങനെയാ ഇതെല്ലാം വേണ്ടെന്ന് വെച്ചത്? എന്തിനാലാണ്? എന്ത് നിമിത്താണ് പറയൂ? അബദ്ധം പറ്റിയതല്ല, അജ്ഞാനവുമല്ല, പകരം പരിജ്ഞാനത്താലാണ്, ജ്ഞാനത്താലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലരൊക്കെ നമ്മളോട് ചോദിക്കും, നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത് എന്തൊരു മണ്ടത്തരാണ്, എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. ഈ ലോകത്തിലെ മനുഷ്യർ എന്തുമാത്രം ഈ ലോകത്തിലെ സുഖങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കുകയാണ്. നിങ്ങളൊക്കെ അതൊക്കെ വേണ്ടെന്ന് വെച്ച് നിങ്ങൾ നോ. യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തമാണ് ഈ ലാഭമായിരുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുള്ളത്? വേണ്ടെന്ന് വെച്ചത്, ഈ ഒന്നിലേക്ക് ചുരുങ്ങിയത്, ഈ ഒന്നിനെ തെരഞ്ഞെടുത്തത്. മനസ്സിലായോ? അബദ്ധമല്ല. ഒരു നാളിൽ നാം അത് തിരിച്ചറിയും. യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് നാം വളർന്നാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ഇത് അബദ്ധമല്ല. ഭാവിയിൽ അത് കൂടുതൽ നമുക്ക് മനസ്സിലാവും. ചെറിയാൻ സാറ് പാടി, കൃതാവിൽ അല്ല ഞാൻ ചെയ്യും പ്രയത്നം, ഒടുവിൽ നാം കൊയ്യും. കൃതാവിൽ അല്ല ഞാൻ ചെയ്യും പ്രയത്നം, ഒടുവിൽ ഞാൻ കൊയ്യും. തടയുവാൻ ഇല്ലൊരു കൈയും, തടയുവാൻ ഇല്ലൊരു കൈയും. ഹല്ലേലൂയ. മരണമേ വിഷമെന്നു നിന്റെ വിജയവും എവിടെ? യേശു മരണത്തെ ജയിച്ചു, തനിക്കു സ്തുതി. ഹല്ലേലൂയ. യേശു മരണത്തെ ജയിച്ചു, തനിക്കു സ്തുതി. ഹല്ലേലൂയ. വൃഥാവിലല്ല ഞാൻ ചെയ്യും പ്രയത്നം, ഒടുവിൽ ഞാൻ കൊയ്യും. ഒരു കൈയും എന്നെ തടയില്ല. എന്തൊരു അനുഗ്രഹീത പ്രത്യാശയാണ്. അബദ്ധമല്ലെന്ന് നാം തിരിച്ചറിയും. യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത, അവിടേക്ക് നാം വളരുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ ആശങ്കകളുണ്ട്. ആശങ്കയും ഭയങ്ങളും ഇല്ലാത്ത മനുഷ്യരില്ല. എന്നാൽ എന്തൊക്കെ ആശങ്കയാണോ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളത്, എന്തൊക്കെ മാനസിക പ്രയാസങ്ങളാണോ ഉള്ളത്, ഉണ്ടാകും. ഈ ഒന്നിലേക്ക് നാം എത്തിയാൽ, ഈ പരിജ്ഞാനത്തിലേക്ക് നാം എത്തിയാൽ, നമുക്ക് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ ജീവിക്കാനായിട്ട്. പൗലോസൊക്കെ അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യനാണ്. നോക്കൂ, ഈ ഫിലിപ്പിയ ലേഖനം എവിടെ നിന്നാണ്, എവിടെ കിടന്നാണ് പൗലോസ് എഴുതുന്നത്? എവിടെ കിടന്ന് എഴുതുന്നത്? കാരാഗ്രഹത്തിൽ കിടന്നാണ്. ക്രിസ്തു യേശുവിൽ നിന്ന് ബദ്ധനായ എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്,
ഈ കാരാഗ്രഹത്തിൽ കിടന്നാണ് എഴുതുന്നത്. അവിടെ കിടന്നുകൊണ്ട് ഇദ്ദേഹം പറയുകയാണ്, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കി, 1:1. സഹോദരന്മാരെ സന്തോഷിക്കും. അതെ, കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നത് എനിക്ക് മനസ്സില്ല. നിങ്ങൾക്ക് അത് ഓർക്കുമാകുന്നു. മതി. സഹോദരന്മാരെ, കാരാഗ്രഹത്തിൽ കിടന്ന ഒരാളെ എഴുതുക കേട്ടോ. കാരാഗ്രഹത്തിൽ കിടന്ന് എഴുതുമ്പോ ഒരു നിരാശയുടെ ഒരു ലാഞ്ചന സാധാരണ ഉണ്ടാവില്ലേ? ഒരു മടുപ്പും ഒരു പ്രയാസവും അതിൻ്റെ ഒരു കണികയെങ്കിലും ഉണ്ടാവില്ലേ? ഇല്ല. ആ കാരാഗ്രഹത്തിനുള്ളിൽ സന്തുഷ്ടനായിരിക്കുവാൻ എങ്ങനെ സാധിക്കുന്നു? നമുക്കറിയാം, ബാഹ്യമായ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം നിരാശനായി പോയേനെ. കാരാഗ്രഹത്തിന്റെ ആ ഇടുങ്ങിയ ചുമരുകൾക്കുള്ളിൽ അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ നമ്മൾ വായിക്കുന്ന കാലാമത്തിലിട്ട് പൂട്ടിയിട്ട് കാരാഗ്രഹത്തിൽ കിടന്നിട്ടുണ്ട്. കാലും ആമത്തിലിട്ട് പൂട്ടി നിവർന്നു നിൽക്കാൻ കഴിയാതെ കാരാഗ്രഹത്തിൽ കിടന്നിട്ടുണ്ട് പൗലോസ്. ഇത് വേറൊരു കാരാഗ്രഹമാണെന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും കാരാഗ്രഹം തന്നെയല്ലേ. അവിടെ കിടന്നുകൊണ്ട് ഈ കാരാഗ്രഹത്തിന്റെ അസ്വാതന്ത്ര്യം മുഴുവൻ അനുഭവിച്ചുകൊണ്ട്, പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട്, ബാഹ്യമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയാൽ അദ്ദേഹം നിരാശനായി പോയേനെ. എന്നാൽ അദ്ദേഹത്തിന്റെ വികാരങ്ങളും പ്രത്യാശയും ബാഹ്യമായ കാര്യങ്ങളെ ആശ്രയിച്ചല്ല. എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? അകത്താണ് കാര്യങ്ങള്. അകത്താണ്. ഇന്നും നമുക്കും അങ്ങനെ തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും പടകിൽ യാത്ര ചെയ്യുമ്പോൾ ആ പടക് കാറ്റിനാലും തിരമാലകളാലും പടക് ഉലഞ്ഞു, പടക് മുങ്ങാൻ പോയ സമയത്ത് ശിഷ്യന്മാര് പേടിച്ചു വിറച്ചു കർത്താവിനോട് ചോദിച്ചു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലേ എന്ന് ചോദിച്ചു. അതിന് കർത്താവ് പറഞ്ഞ മറുപടി എന്താ? നിങ്ങൾ അധൈര്യപ്പെടുന്നത് എന്ത്? അപ്പൊ പുറത്തെ കാറ്റും കോളും മാറ്റം ഉണ്ടാക്കിയത് എവിടെയാ? ശ്രദ്ധിച്ചോ? എവിടെയാ? ഉള്ളിലാ. പുറത്ത് കാറ്റും കോളും തിരമാലയുണ്ട്, ശരിയാണ്, അത് പുറത്താണ്, പടകിന് പുറത്താണ്. പക്ഷെ സംഭവിച്ചത് അകത്താണ്. ധൈര്യശോഷണം സംഭവിച്ചു. രണ്ടാമത് കർത്താവ് ചോദിച്ചു, നിങ്ങൾ അല്പവിശ്വാസികളായി തീർന്നത് എന്ത്? നിങ്ങളുടെ വിശ്വാസം എവിടെ? അപ്പം എവിടെയാ പ്രശ്നം പറ്റിയത്? അതും അകത്ത് തന്നെയാ. എല്ലാം അകത്താ സംഭവിക്കുന്നത്. പ്രശ്നങ്ങളൊക്കെ നമ്മുടെ അകത്താണ്. അതിൽ നല്ലൊരു ഭാഗം സാങ്കല്പികമാണ്. നമ്മൾ ഭയപ്പെടുകയാണ് അങ്ങനെ സംഭവിക്കുമെന്ന്. അങ്ങനെ സംഭവിക്കുക പോലുമില്ല നല്ലൊരു ശതമാനവും. അപ്പം ഇതെല്ലാം അകത്താണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്ത് നമുക്ക് ചിരിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടു കൂടെ ജീവിക്കണമെങ്കിൽ അകത്ത് എന്ത് വേണം? ഈ ബലം വേണം. ഇവിടെ മറ്റൊരു പാഠമുള്ളത്, കാരാഗ്രഹത്തിന്റെ ഉള്ളില് മർദ്ദനങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ ഈ സങ്കടങ്ങളൊക്കെ ഒതുങ്ങിയിട്ട് സന്തോഷിക്കാം എന്ന് ആരും വിചാരിക്കണ്ട. ഒരു പ്രശ്നവും ഇല്ലാതെ ആവുമ്പോ ഞാൻ സന്തോഷിക്കാം. അങ്ങനെ ഒരു കാലം വരുമോ? ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ
ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു കാലം വരുമെന്ന് ചിന്തിക്കാൻ ന്യായമില്ല. പ്രശ്നങ്ങൾ കൂടുമെന്ന് ചിന്തിക്കാൻ ന്യായമുണ്ട് താൻ. കാരണം അന്ത്യകാലം എങ്ങനെയുള്ള സമയമാണ്? ദുർഘട സമയമാണ്. ഇപ്പൊ ആണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താ? അപ്പോ നാം മനസ്സിലാക്കേണ്ടത്, പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി അമർന്ന് കാരാഗ്രഹത്തിൽ നിന്നൊക്കെ ഒന്ന് വിടുതൽ കിട്ടുക, അല്ലെങ്കിൽ ആ ഒരു വീട് വെച്ച്, അല്ലെങ്കിൽ രോഗമൊക്കെ മാറി, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളുള്ളതൊക്കെ മാറിയിട്ട് എനിക്കൊന്ന് സന്തോഷിക്കണം. ഇത് സാധ്യമല്ല. അങ്ങനെ ഒരു കാലമില്ല. കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ കിടന്ന് സന്തോഷിക്കാൻ പറ്റുമോ? പ്രശ്നങ്ങളുടെ മധ്യത്തിൽ സന്തോഷിക്കാൻ പറ്റുമോ? അതാണ് സന്തോഷം. മൂല്യമുള്ള സന്തോഷം, അർത്ഥവത്തായ സന്തോഷം. അപ്പൊ അതുകൊണ്ട് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുതെന്ന് പറഞ്ഞാൽ വിചാരപ്പെടാനൊന്നുമില്ലെന്നല്ല, ഞാൻ അതിനെ ഗൗനിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലാവുണ്ടോ ഞാൻ പറഞ്ഞത്? അപ്പൊ സന്തോഷം എന്നുള്ളത് ബാഹ്യമായ കാര്യങ്ങളെ ആശ്രയിച്ചാണ് നമ്മുടെ വിചാരങ്ങളുടെ നിലനിൽപ്പ് എങ്കിൽ, പുറത്തു നടക്കുന്ന കാറ്റും കോളും പ്രശ്നങ്ങളും, ഇപ്പൊ ആരെങ്കിലും ഒരാൾ നമ്മളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു, ഞങ്ങളെ കുറിച്ചൊക്കെ ആളുകൾ എന്തൊക്കെ പറയും, അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ തകർന്നു തരിപ്പണായി. പാടില്ല. പുറത്തു നടക്കുന്ന സംഭാഷണങ്ങളോ, പുറത്തു നടക്കുന്ന കാറ്റോ കോളോ തിരമാലകളോ എന്തു തന്നെ ആയിക്കോട്ടെ, എൻ്റെ അകത്തേക്ക് ഞാൻ എടുക്കില്ല. ഈ പടകിൽ ഞാൻ ധൈര്യത്തോടെ യാത്ര ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഈ പടകിൽ ഞാൻ ധൈര്യത്തോടെ യാത്ര ചെയ്യും. ഈ കാരാഗ്രഹത്തിൽ ഞാൻ സംതൃപ്തനായിരിക്കും. കാരണം ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അബദ്ധം പറ്റിയതല്ലെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയാണ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിചാരപ്പെടാതെ ഇരുന്നു. പിൻപിലുള്ള കാര്യങ്ങളൊക്കെ മറന്നുന്നവായി. ചിലര് മറക്കേണ്ട കാര്യങ്ങള് മറക്കില്ല. എന്നോ മറക്കേണ്ട കാര്യങ്ങള് ഇന്നും ഓർത്തു വെച്ചും വിഷമിച്ചും സങ്കടപ്പെട്ടും ദേഷ്യപ്പെട്ടും വൈരാഗ്യം വെച്ചും ഒക്കെ ജീവിക്കുകയാണ്. ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ്. ഓർക്കേണ്ട കാര്യം ഓർത്തിട്ടും. കറക്റ്റ്, വെരി ഗുഡ്. ഇത് മുഴുവൻ ഹൃദയത്തിൽ ലോഡ് ചെയ്യുന്നോണ്ട് ഓർക്കേണ്ട കാര്യങ്ങളെ ഓർക്കാനിട്ട് പറ്റുന്നില്ല. ഈ മറവി ദൈവം തന്നതാണല്ലോ മനുഷ്യർക്ക് എല്ലാവർക്കും. നല്ലതാണെന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത്. ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം നമുക്ക് വായിച്ചിട്ട് മുന്നോട്ട് പോകാം. 45-ാം സങ്കീർത്തനം എടുത്ത് 45-ാം സങ്കീർത്തനം. അതിന്റെ 10-ാം വാക്യം നോക്കിയേ. 45-ന്റെ 10. അല്ലയോ കുമാരി കേൾക്ക, നോക്കുക, ചെവി ചായ്ക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കാം. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കുന്നത് എപ്പോഴാണ്? കല്യാണത്തിനൊക്കെ നമ്മൾ വായിക്കാറുള്ള സങ്കീർത്തനല്ലേ, ചിന്തിച്ചിട്ടുണ്ടോ? രാജാവ് ആഗ്രഹിക്കുന്ന ഒരു സൗന്ദര്യത്തിലേക്ക് നാം എത്തുന്നത് എപ്പോഴാ? വാക്യം നോക്കി പറഞ്ഞാൽ മതി.
അല്ലയോ കുമാരി, കേൾക്ക, നീ കേൾക്ക, നീ പറയുന്നത് കേൾക്കൂ, നോക്കൂ, ചെവി ചായ്ക്കൂ. വെറുതെ കേൾക്കല്ല, ശ്രദ്ധിച്ചു കേൾക്കൂ, ചെവി ചായ്ച്ചു കേൾക്കൂ. നീ ഇട്ടേച്ചു പോകുന്ന നിന്റെ സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കേണ്ടതൊക്കെ എന്ന് നമുക്ക് അർത്ഥമാക്കാം. മറക്കേണ്ടതൊക്കെ അപ്പോൾ രാജാവ് സൗന്ദര്യത്തെ എബ്രായ ലേഖനം ഒന്ന് എടുത്ത്, എബ്രായ ലേഖനം 11-ാം അധ്യായം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നു. പിതാക്കന്മാരെ കുറിച്ച് പറയുന്നതാണ്. അബ്രഹാമൊക്കെ വിശ്വാസ ജീവിതത്തിന്റെ സ്റ്റെപ്പുകൾ വെച്ച് മുന്നോട്ട് പോയി. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, പിന്നെ യോസേഫും അതുപോലെ ദാവീദും, അങ്ങനെയുള്ള നമ്മുടെ പിതാക്കന്മാരൊക്കെ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നെങ്കിൽ അവർക്ക് അങ്ങോട്ട് മടങ്ങിപ്പോകാനുള്ള പ്രേരണ ഉണ്ടാകുമായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തില്ല, ഓർത്തില്ല, മറന്നു. കാരണം ഒരൊറ്റ ലക്ഷ്യം, ഒരൊറ്റ പ്രത്യാശ. മറക്കുമ്പോൾ ഒരു സൗന്ദര്യം ഉണ്ടാവും. മറക്കുമ്പോൾ ഒരു സൗന്ദര്യം. അതെന്ത് സൗന്ദര്യമാണ്? രാജാവ് ആഗ്രഹിക്കുന്ന. പിന്നെ പൗലോസ് എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷിക്കുന്ന? ഒന്നിനെ കുറിച്ചും വിടാതെ സന്തോഷിക്കുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഒരു കാര്യം കൂടെ പറഞ്ഞു വരുമ്പോഴത്തേന് ഏറെക്കുറെ സമയമാകും. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് തന്നെ മടങ്ങാം. 3-ാം അധ്യായം 20-ാം വാക്യം നോക്കിയേ. ഫിലിപ്പിയർ 3:20. സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. പൗലോസ് ഇത്ര സന്തോഷിക്കുന്നതും ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇവിടെയല്ല പൗരത്വം എന്ന് ആര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊന്നും മരിച്ചു കഴിഞ്ഞാൽ, ഒരാൾ മരിച്ചു കഴിഞ്ഞു, അപ്പനോ അമ്മയോ മരിച്ചു എന്ന് വിചാരിക്കും. 3 മാസത്തിനുള്ളിൽ റേഷൻ കാർഡിലുള്ള പേര് വെട്ടിച്ച് മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി മരണ സർട്ടിഫിക്കറ്റ് എടുക്കണം. ബാങ്കിലെ അയാളുടെ പേരിൽ, മരിച്ച ആളുടെ പേരിൽ ഒരു തുക, ഒരു കുറച്ച് പൈസ ഉണ്ടെന്ന് വിചാരിക്കും. ഇയാൾ മരിച്ചാൽ ആ നോമിനി നോക്കണം. അതുകൂടാതെ ഈ അവകാശി ഇയാളുടെ മകനാണെന്ന് തെളിയിക്കണം. ഇയാൾ മരിച്ചു എന്നും തെളിയിക്കണം. എല്ലായിടത്തൊന്നും പേര് വെട്ടുകയാണ്. നമ്മുടെ പേരൊക്കെ വെട്ടു. ഇന്ന് തിളങ്ങി നിൽക്കുന്ന പേരൊക്കെ വെട്ടിക്കളയും. എല്ലാ പാൻ കാർഡിൽ നിന്ന് പോകും, ആധാർ കാർഡിൽ നിന്ന് പോകും, റേഷൻ കാർഡിൽ നിന്ന് പോകും, ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പോകും, പാസ്ബുക്കിൽ നിന്ന് പോകും, ചർച്ചിൽ നിന്ന് പോകും, എല്ലായിടത്തുനിന്നും പോകും. പൗരത്വം, നമ്മുടെ പൗരത്വം ഇവിടെയല്ല. അതാണ് തിരിച്ചറിവ്. ഈ ഫിലിപ്പിയ പട്ടണത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഫിലിപ്പിയ പട്ടണത്തിന്റെ പ്രത്യേകത എന്താ? ആരവിടെ സുവിശേഷം അറിയിച്ചത്? ഫിലിപ്പിയിൽ എങ്ങനെ സഭ ഉണ്ടായത്? ഒരു ബൈബിൾ ക്ലാസ് അല്ലേ? എങ്ങനെയാ ഫിലിപ്പിയിൽ സഭ ഉണ്ടായത്? അതിന്റെ ചരിത്രം പറയുന്നത് എവിടെയാ? അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലെ 16-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നോക്കി. 11-ാം വാക്യം, 11-ഉം 12-ഉം 13-ഉം വായിക്കും. 3 വാക്യങ്ങൾ വേഗം വായിക്കും.
അങ്ങനെ ഞങ്ങൾ പ്രവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സമോത്രക്കയിലേക്കും ഇത്തനാൾ നവാപ്പലിക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും ചെന്നു. ഇത് മക്കദോനിയയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമാക്കാർ കുടിയേറി പാർത്തതുമാകുന്നു. ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു. ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ച് ഇടവക്കത്ത് ഇരുന്നു. കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. ഇനി നോക്കൂ, അതിന്റെ 6-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത്. ഞാൻ പറയുന്ന വാക്കുകൾ അവിടെ അടിസ്ഥാനപ്പെടുത്തിയാണ്. കൃത്യമായും അതിൽ നിന്നുള്ള കാര്യങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാവും. ആസിയിൽ അവര് പ്രസംഗിക്കാൻ നോക്കിയപ്പോ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? വിലക്കി. അപ്പൊ അവര് ബിദുന്യക്ക് പോകാൻ ശ്രമിച്ചു, വിലക്കി. 2-3 വിലക്കുണ്ടായി. പരിശുദ്ധാത്മാവ് വിലക്കോ? എല്ലാം യെസ് പറയുന്ന ആളാണോ? നീ അത് ചെയ്തോ? നമ്മുടെയൊക്കെ വിചാരം ഈ വിലക്കുകളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യണ്ട എന്ന് പറയുന്നത്, നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം നമുക്ക് ലഭിക്കാത്തത്. ആശയ്ക്ക് പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, പക്ഷെ പോണ്ട എന്ന് പറയുന്നു. വിലക്കുകളൊക്കെ പ്രശ്നങ്ങളാണെന്നാണ് നമ്മൾ ധരിക്കുന്നത്. ദൈവം അനുവദിക്കാത്തതൊക്കെ പ്രശ്നങ്ങളാണ്. അല്ല, സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ കരുതലാണ്, നമ്മോടുള്ള ദൈവത്തിൻ്റെ വാത്സല്യമാണ്. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ട് എന്തോരം ആളുകളാണ് അബദ്ധത്തിലേക്ക് പോകുന്നത്. ഇവിടെ പരിശുദ്ധാത്മാവ് സമ്മതിച്ചില്ല. അവിടെ ഒരു ബഹളങ്ങളും ഇല്ല. അദ്ദേഹത്തിന് മനസ്സിലാവുക എന്താണ്? ദൈവാത്മാവ് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പുരുഷൻ വന്നിട്ട്, ആ പുരുഷൻ എവിടുത്തുകാരൻ പുരുഷനാണ്? മക്കതോന്യക്കാരനായ ഒരു പുരുഷൻ വന്നിട്ട് പൗലോസിനോട് പറയാണ് മക്കതോനിക്ക് വരണം. അങ്ങനെ പൗലോസ് മക്കതോനിക്ക് പോകാൻ തീരുമാനിച്ചു. കാരണം ഒരു ദർശനം കിട്ടി. ഈ മാസിഡോണിയ അല്ലെങ്കിൽ മക്കതോനിയ എന്ന് പറയുന്നത് ആണ് ഈ ഫിലിപ്പിയ എന്ന പേര് വരാൻ കാരണം ഫിലിപ്പ് രാജാവാണ് അവിടെ ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഇട്ടിരിക്കുന്ന പേരാണ് ഫിലിപ്പിയ. സാധാരണ നമ്മൾ സുവിശേഷമൊക്കെ പ്രസംഗിക്കുമ്പോൾ ആളുകൾ, സുവിശേഷ വിരോധികൾ പറയും അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഒക്കെ ഇറക്കുമതി ചെയ്ത കാര്യങ്ങൾ നിങ്ങളിവിടെ പറയണ്ട. അവരുടെ വിചാരം, അവർക്ക് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. ഇത് യൂറോപ്പിൽ നിന്ന് കിഴക്കോട്ട് വന്നതാണ്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വന്ന മതമാണ് ക്രിസ്തു മതം എന്നാണ് ആര് വിചാരിച്ചിരിക്കുന്നത്? ആളുകൾ ധരിച്ചിരിക്കുന്നു. സത്യത്തില് ഇത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പോവുകയാണ് ചെയ്തത്. പൗലോസ് മാസിഡോണിയയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഏഷ്യ ഭൂഖണ്ഡത്തിൽ നിന്ന് യൂറോപ്പിലേക്ക് സുവിശേഷം കടക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ പറയുന്നത്. അവിടെയാണ് BC 359 മഹാനായ ഫിലിപ്പ് രാജാവിന്റെ ഭരണകാലം. ഫിലിപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ മിടുക്കനായ ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് നിലനിർത്താൻ വേണ്ടി ഫിലിപ്പിയ പട്ടണം ഉണ്ടാക്കി. അന്ന് അവിടെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അത് റോമയിലെ മക്കതോനിയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമാക്കാർ കുടിയേറി പാർത്ത സ്ഥലമാണ്. റോമാക്കാർ ഒരുപാട് പേരവിടെ ഉണ്ട്. അന്നത്തെ ഒരു പ്രധാന പട്ടണമാണ്.
ഫിലിപ്പിന്റെ ഒരു പ്രത്യേകത, ഫിലിപ്പിന്റെ രാജ്യം വളരെ കരുത്തുറ്റതാക്കി മാറ്റി. പാങ്കസ് പർവ്വതം എന്ന് പറയുന്ന പർവ്വതമുണ്ട് അവിടെ. ആ പർവ്വതത്തിൽ നിന്ന് സ്ട്രിമോൺ നദി ഇങ്ങനെ ഉത്ഭവിച്ച് ഈ ദേശത്തിനെ ചുറ്റി ഒഴുകുക എന്ന് വെച്ചാൽ കൃഷിക്ക് ഏറ്റവും വലിയ മണ്ണാണ്. സമൃദ്ധി, പച്ചപ്പിന്റെ ഒരു നാട്. മാത്രമല്ല ഇതിനോട് ചുറ്റിപ്പറ്റി സ്വർണ്ണ ഖനികൾ അന്ന് കണ്ടെത്തി. ക്രിസ്തുവിന് മുമ്പ് BC 359 കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഫിലിപ്പ് രാജാവ് ദീർഘവർഷങ്ങൾ ഭരിച്ചതിന് ശേഷം അവിടെ പിന്നെ വരുന്നത് ആരാ? അലക്സാണ്ടർ ദി ഗ്രേറ്റ്, ഫിലിപ്പിന്റെ മകൻ. അലക്സാണ്ടറെ കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നെപ്പോളിയൻ എന്നും അലക്സാണ്ടർ എന്നും പറഞ്ഞാൽ അറിയാത്തവരില്ല. അലക്സാണ്ടർ അപ്പനേക്കാൾ മിടുക്കൻ. അലക്സാണ്ടർ വന്നപ്പോ അലക്സാണ്ടർ ഈ രാജ്യം വിസ്തൃതിപ്പെടുത്താൻ ആ രാജ്യം മാത്രമല്ല നോക്കിയത്. പൗലോസ് ഇവിടെ നിന്ന് അങ്ങോട്ട് കടന്നപ്പോൾ, അതായത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് കാലെടുത്ത് വെച്ചപ്പോൾ അലക്സാണ്ടർ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാ നോക്കിയത്. പൗലോസ് സുഖമാണ് കാലം വെച്ചതെങ്കിൽ അലക്സാണ്ടർ ഈ കിഴക്കുള്ള രാജ്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെ പിടിച്ചടക്കുവാനാണ് അങ്ങോട്ട് നോക്കിയത്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്ക് അലക്സാണ്ടർ നോക്കി. സ്വർണഖനികൾ, മനോഹരമായ പ്രൗഢപ്രതാപങ്ങളുള്ള ഫിലിപ്പിയ പട്ടണം ഫിലിപ്പിന്റെ കാലശേഷം അലക്സാണ്ടറുടെ കയ്യിൽ. അങ്ങനെ അവരന്ന് ഏറ്റവും ലോകത്തിലെ ഉന്നതന്മാരാണെന്ന് കരുതി വന്നിരുന്നത്. പിന്നീട് ജൂലിയസ് സീസറിനെ ഷേക്സ്പിയറിന്റെ പുസ്തകങ്ങൾ വായിച്ചാൽ അറിയാം, ബ്രൂട്ടസും കാഷ്യസും കൂടെ വധിച്ചു. ജൂലിയസ് സീസറിന്റെ കാലയളവിന് ശേഷം ഇവര് വന്നു. ഇവരെ ആന്റണി പരാജയപ്പെടുത്തി. അവിടെ ഒരു ആക്ടിയം യുദ്ധം എന്ന് പറഞ്ഞൊരു യുദ്ധം നടക്കുന്നുണ്ട്. ചരിത്രത്തിലുള്ളതാണ് ഞാനീ പറയുന്നത്. ചരിത്രവും ബൈബിളും തമ്മിലൊന്നും ഒരു വ്യത്യാസമില്ല. ബൈബിളിലുള്ളതാ ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. ഇതിനപ്പുറത്ത് ചരിത്രങ്ങളൊന്നുമില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. ഇസ്രായേലിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും വേദപുസ്തകത്തിലുള്ളതുള്ളൂ, ഇനി നടക്കാൻ പോകുന്നതും വേദപുസ്തകത്തിലുള്ളതുള്ളൂ. അതുകൊണ്ടൊരു ഭയങ്കര കാര്യം സംഭവിച്ചു എന്നൊന്നും നമ്മൾ വിചാരിക്കണ്ട. ഇതിൽ എഴുതിയിരിക്കുന്നത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്. കാര്യം നമുക്ക് വിഷമമുണ്ട്, പ്രയാസമുണ്ട്, പക്ഷേ എഴുതിയിരിക്കുന്നത് നിവൃത്തിയാവും. എഴുതിയിരിക്കുന്നത് ആക്ടിയം യുദ്ധം നടന്നു. ആക്ടിയം യുദ്ധം നടന്നിട്ട് എന്ത് ചെയ്തു? BC 31 ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യം നോക്കിയേ. ലൂക്കോസ് 2:1. ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന് ഔഗുസ്തോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. ഈ ഔഗസ്തോസ് കൈസർ ഉണ്ടല്ലോ, വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കൈസർമാരിൽ യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണം എന്ന് പറഞ്ഞാൽ സെൻസസ് എടുക്കണം എന്ന് കൽപ്പിച്ച ആളാണ്. ഇതൊക്കെ ഈ ആന്റണിക്ക് ശേഷം വന്ന ആളുകളാണ്. ഫിലിപ്പിൽ നിന്ന് തുടങ്ങി ഇങ്ങേ തലയ്ക്ക് ഏറെക്കുറെ ഒരു 350 വർഷം കൊണ്ട് യേശുക്രിസ്തുവിന്റെ ജനന സമയത്തൊക്കെ ഔഗസ്തോസ് കൈസറൊക്കെയാണ്. ഈ സമയമായപ്പോഴേക്കും എന്തുണ്ടായെന്നറിയാമോ?
ഈ ഫിലിപ്പിയ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പ്രതാപങ്ങളൊക്കെ പോയി, അരങ്ങൊഴിഞ്ഞു. അലക്സാണ്ടറൊക്കെ മരിച്ചു, തോറ്റു, മരണത്തോട് തോറ്റു. ആരാ തോൽക്കാത്തതല്ലേ? നെപ്പോളിയൻ തോറ്റില്ലേ? ആരാ മരണത്തിൽ ജയിച്ചിട്ടുള്ള ഒരാൾ? നാം പ്രസംഗിക്കുന്ന നമ്മുടെ രക്ഷിതാവായ കർത്താവായ യേശുക്രിസ്തു അല്ലാതെ രണ്ടാമതൊരാൾ ആരാണ് മരണത്തെ ജയിച്ചിട്ടുള്ളത്? ആരും? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നമ്മൾ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. എല്ലാവരും മരിച്ചു, പ്രതാപങ്ങളൊക്കെ ഒഴിഞ്ഞു. ജനങ്ങളിപ്പോ ഇങ്ങനെ ഓർമ്മയിലാണ്. എന്തെന്നാ, ഞങ്ങളുടെ പൂർവികന്മാരൊക്കെ എന്ത് വലിയ ആളുകളായിരുന്നു. നമ്മളൊക്കെ പറയാറില്ല, എൻ്റെ വീട്ടിൽ വലിയ അയാൾ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. കാര്യമൊന്നുമില്ല. മാർക്സിസത്തിൽ പറയും, മാറ്റമില്ലാത്തതും മാറ്റത്തിന് മാത്രവും. എല്ലാം മാറും, എല്ലാം മാറി വിഷമിച്ചിരിക്കുന്ന ഫിലിപ്പിയരോടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ വിഷമിക്കണ്ട. നമ്മുടെ പൗരത്വം എവിടെയാണ്? നമ്മുടെ പൗരത്വം എവിടെയാണ്? സ്വർഗത്തിലാണ്. എല്ലാ പ്രതാപങ്ങളും അരങ്ങൊഴിയും. രണ്ട് ശമൂവേൽ 18 ദാവീദിന്റെ മകൻ അബ്ശാലോം ദാവീദിനോട് മത്സരിച്ച് എഫ്രൈം വനത്തിൽ വെച്ച് യുദ്ധം നടന്നു. എഫ്രൈം വനത്തിൽ 20,000 പേര് കൊല്ലപ്പെട്ടു. വാളിനിരയായവരിൽ കൂടുതൽ വനത്തിനിരയായി. കൊടും വനം എഫ്രൈം വനം. ദാവീദിന്റെ ചേവകരോട് പരാജയപ്പെട്ട ദാവീദ് പറഞ്ഞിരുന്ന, എൻ്റെ മകനാണ്, എൻ്റെ ശത്രുവാണെങ്കിലും അവനെ കൊല്ലരുതെന്ന്. അബ്ശലോം യുദ്ധമുഖത്തു നിന്ന് ഓടി. വളരെ സുന്ദരൻ, ചെറുപ്പക്കാരൻ, നീളമുള്ള മുടിയുള്ള ചെറുപ്പക്കാരൻ. ആ എഫ്രൈം എന്ന ഗോത്രത്തിൽ അനവധി മരങ്ങൾ ഒരു മരമായ കരുവേലകത്തിന്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മുടി അതിൽ ചുറ്റി. വളരെ നീളമുള്ള മുടിയായിരുന്നത് കൊണ്ട് ഭൂമിക്കും ആകാശത്തിനും മധ്യേ അദ്ദേഹം കിടക്കുക. അവിടെ നമ്മൾ വായിക്കുന്നത്, അവനൊരു കോവർ കഴുത പുറത്ത് കയറിയാണ് ഓടിപ്പോയിക്കൊണ്ടിരുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയാമോ? കോവർ കഴുത അവന്റെ കീഴെ നിന്ന് ഓടിപ്പോയി. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്ന കോവർ കഴുതയാണ് ഇതെല്ലാം. ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവൻ മാത്രം നിലനിൽക്കും. നമ്മൾ ഈ കോവർ കഴുതയുടെ പുറത്ത് യാത്ര ചെയ്യല്ലേ? ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ കാത്തിരിപ്പ്. നാം നമ്മുടെ കർത്താവിനെ കാത്തിരിക്കുക. ലക്ഷണങ്ങളൊക്കെ ചട്ടപ്പടി നടക്കുന്നുണ്ട്. കാലങ്ങളൊക്കെ അതിവേഗം അതിലേക്ക് കുതിക്കുന്നുണ്ട്. എന്ന് വേണമെങ്കിലും നമ്മുടെ കർത്താവിന്റെ വരവ് സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ ഒന്നിനെ കുറിച്ചും എന്ത് ചെയ്യണ്ട, വിചാരപ്പെടേണ്ട ആവശ്യം
എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം കൂടെ വായിക്കാം. എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം. ഇന്ന് രാത്രി രാജാവിന് ഉറക്കം വരായികയാൽ അവൻ ദിനവൃത്താന്തങ്ങൾ കുറിച്ചു വെച്ചിരിക്കുന്ന പുസ്തകം കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അന്ന് രാത്രി ആരും സുവിശേഷം പറയാനൊന്നും അവിടെ പോയിട്ടില്ല. രാജാവിന് ഉറക്കം വരുന്നില്ല. ഉറക്കം വരാണ്ട് ഇങ്ങനെ കുറേ നേരം കഴിയുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാവും. ഇപ്പൊ ആളുകൾ കൂടുതലും പുസ്തകമല്ല എടുക്കണം, മൊബൈൽ എടുക്കും. എന്നാൽ കുറെ ആളുകൾ പുസ്തകം എടുക്കും. പുസ്തകം എടുക്കുന്നതാണ് നല്ലത്. അത് ബൈബിളാണെങ്കിൽ ഏറെ നല്ലത്. ഈ രാജാവ് പുസ്തകം എടുത്ത് വായിച്ചപ്പോൾ ഏത് കിട്ടി? ദിനവൃത്താന്ത. ഉറക്കം വരുന്നില്ല. എങ്ങനെയുള്ള ആ കിടന്നിരുന്ന മെത്തയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ 6-ന്റെ 1 വായിച്ചേ. 1-ന്റെ 6 നോക്കിയേ, അതേ പുസ്തകം തന്നെ. 1-ന്റെ 6. തൂണുകളിന്മേൽ വെള്ളി വളയങ്ങളിൽ ശലനൂടും തൂണുകളുമുള്ള കല്ലുകളാൽ വെള്ളയും പച്ചയും നീലയുമായ ശീലകൾ തൂക്കുന്നു. ചുവന്നതും വെളുത്തതും മഞ്ഞയും കറുത്തതുമായ മർമര കല്ല് പടുത്തിരുന്ന തളത്തിൽ പൊൻകസവും വെള്ളിക്കസവുമുള്ള മെത്തകൾ ഉണ്ടായിരുന്നു. എങ്ങനത്തെ മെത്തയായിരുന്നു? ഈ മെത്ത പൊൻകസവ് പതിച്ച മർമരക്കല്ലുകൾ പതിച്ച മെത്ത. ഉറക്കം വരുന്നില്ല. സമ്പത്ത് കൂടിയത് കൊണ്ടൊന്നും ഉറക്കം വരണമെന്നില്ല. ഇപ്പോ 242 ആള് പോയല്ലോ, 241 ആള്. 50 ആളിലധികം പുറത്തും പോയി. ഒക്കെ യുകെക്കാരായിരുന്നല്ലോ. സമാധാനമുണ്ടോ വീടുകളിൽ? നല്ല മെത്തയുണ്ടായത് കൊണ്ടൊന്നും ഉറക്കം വന്നോളണമെന്ന്, സമാധാനം ലഭിച്ചോളണമെന്ന്, നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങണമെങ്കിൽ, ഞാൻ സമാധാനത്തോടെ കിടന്ന് ഒന്നിനും വിചാരപ്പെടാതെ ജീവിക്കണമെങ്കിൽ ഈ ഒറ്റമൂലി, ഒരു മാർഗം മാത്രമേ. നമ്മുടെ പൗരത്വം എവിടെയാണെന്ന് ചിന്തിക്കുക. ഇവിടെയല്ല. ഇവിടെ നമുക്ക് നിലനിൽക്കുന്നതൊന്നുമില്ല. സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എബ്രായ ലേഖനത്തിലൊക്കെ നാം വായിക്കുന്നുണ്ടല്ലോ, നിലനിൽക്കുന്നതൊന്നും ഇവിടെ ഇല്ല. 2, സന്തോഷിക്കാനായിട്ട് സാഹചര്യങ്ങളെല്ലാം അനുകൂലമാവട്ടെ, മക്കളൊക്കെ ഒന്നും മെച്ചപ്പെടട്ടെ, എന്നിട്ട് ഞാൻ സന്തോഷിക്കൂ. നല്ലൊരു വീടുണ്ടാവട്ടെ, എൻ്റെ രോഗങ്ങളൊക്കെ മാറട്ടെ, എല്ലാം അനുകൂലമായിട്ട് സന്തോഷിക്കാമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇന്ന് മുതൽ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും. ഇന്ന് മുതൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. ഇതുവരെ നമുക്ക് സന്തോഷമില്ലായിരുന്നു എന്നല്ല ഞാൻ പറയും. എന്നാൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് തന്നെ പൗലോസ് പറയുന്നു, ഞാൻ പിന്നെയും പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? കാരണം ഈ സന്തോഷം പ്രത്യാശയിൽ അടിസ്ഥാനപ്പെട്ടിട്ടുള്ള സന്തോഷം. ഫിലിപ്പിയർ 3:14 അത് മുഴുവൻ വിശദീകരിച്ചിട്ടില്ല. പിമ്പിലുള്ളതിനെ മറന്ന് മുന്നോട്ടാഞ്ഞെന്നൊരു വാക്ക്, അത് വിശദീകരിക്കാൻ ഇനി സമയമില്ല. അത് ഒരുപാട് കാര്യങ്ങൾ പറയാം. മുമ്പിലേക്ക് തന്നെയാണ്, പുറകോട്ടില്ല. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും, ആരൊക്കെ പരിഹസിച്ചാലും, എന്തുമാത്രം വെല്ലുവിളികൾ നിറഞ്ഞതാണ് പാതയെങ്കിലും
മുമ്പോട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്, പുറകോട്ടില്ല. ആ പൗലോസിനെ പിന്നീട് നമുക്കറിയാം കൊല്ലുകയാണ് ചെയ്തത്, കൊല്ലുകയാണ്. നീറോ ചക്രവർത്തി അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. മരണത്തിലും പതറാത്ത ഒരാളാണ്, മരണത്തിലും നിരാശപ്പെടാത്ത ഒരാളാണ് പൗലോസ് ജീവിച്ചു. മരണത്തിനപ്പുറത്ത് എന്താണെന്ന് നാം കണ്ടാൽ മരണത്തെ നാം ഭയപ്പെടും. മരണത്തിനപ്പുറത്ത് എന്താണെന്ന് നമുക്കറിയില്ലെങ്കിൽ നമുക്ക് ഭയമുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ അനുഗ്രഹീതമായ പ്രത്യാശയിലേക്ക് നീട്ടിക്കൊണ്ട് മുമ്പോട്ട് തന്നെ ജീവിക്കുക. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രിയ ബിജു സഹോദരനോടും ഈ മാസത്തിലൊരിക്കൽ നടക്കുന്ന ഈ ശുശ്രൂഷ എൻ്റെ എല്ലാ ബന്ധപ്പെട്ടവരോടും നിങ്ങളോടെല്ലാവരോടും എൻ്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.